പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഓർമ്മ കാണും എന്ന് ഞാൻ കരുതട്ടെ. ഈ നർമ്മദ ബച്ചാവോ എന്ന് പറഞ്ഞ ഒരു സമരങ്ങൾ നമ്മുടെ ഗുജറാത്തിൽ നടന്നെന്നാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കൂതറ സാധനം വന്നിട്ടുണ്ടെന്ന് മേധ പട്കർ എന്നോ അതൊരു സംഭവമാണിത്. ഈ സാധനം ഇവർക്ക് നോർവേയിലുള്ള ഒരു ആംനെസ്റ്റി എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ കെയർ ഓഫിലായിട്ട് പണം എത്തിക്കും. ഈ പണം എത്തിക്കുമ്പോൾ ഇവരിതിനെ കണ്ടില്ലേ, എന്തോ ദരിദ്രം പിടിച്ച മാതിരിയൊക്കെ കാണുള്ളൂ. പക്ഷെ ഭയങ്കര ഒരു ലാവിഷ് ജീവിതങ്ങളും ഇവരൊക്കെയാണ് ഇവർ. ഈ ടീമുകളാണ് നമ്മുടെ നാടിൻ്റെ ഓരോ സംഭവങ്ങൾ. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ ആണവ റിയാക്ടർ റഷ്യ സ്ഥാപിക്കുന്നതിനെതിരെയും കൂടെ ഈ സമരങ്ങൾ ചെയ്ത ആൾക്കാരെ ഓർക്കണം. ഇതിനെ കുറച്ചും കൂടെ നല്ലോണം ഓർമ്മയുണ്ടാവുമെന്ന് കരുതട്ടെ. ഇതിനൊരു ഗ്ലോബൽ എന്തോ ഒരു അവാർഡ് കിട്ടിയിട്ട് ഇത്രയും കാശ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആദ്യം തന്നെ ഈ പത്രങ്ങളിൽ പരസ്യമാണ് വരുന്നത്. ഏതോ ആംനെസ്റ്റിയുടെ ഇന്ത്യയുടെ ഏതെങ്കിലും അവാർഡ് കിട്ടിയെന്നല്ല, വിദേശത്തുള്ള ആൾക്കാരുടെ അവാർഡ്. എന്തിനാ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നവരാണ്. ഈ പുള്ളിക്കാരത്തിൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ അറിയാമല്ലോ അല്ലേ, ഇവനെ അറിയാലോ. ഇവനാണ് ഈ സലീം മാലിക് എന്ന് പറയുന്ന തീവ്രവാദി, ജമ്മു കാശ്മീർ തീവ്രവാദി, വിഘടനവാദിയാണ്. JKLF, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു കൂതറ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവാണ് ഇവൻ. ഇവൻ്റെ കൂടെ എങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഞാൻ അതിനെ വിവരിച്ചിരിക്കാൻ പോലുള്ള ആ ടൈപ്പുള്ള ഒരു കൂതറയാണ് ഇവൾ. ലെവലിൽ വന്നോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ അതേ ഈ സമരത്തിൻ്റെ സമയത്തിൽ ഇവൾ പ്രത്യക്ഷപ്പെട്ടേക്കാണ്. ഈ പാറ്റകളുടെ സമരം വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ട് കേട്ടോ, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, ചത്തിട്ടില്ല. കാരണം ഇനിയും ജീവിച്ചിരിക്കണ്ട, ഇനിയും കുറേ ആൾക്കാരുടെ പൈസ വാങ്ങാനുണ്ട്, ഈ നാടിനെ കുറ്റിച്ചോറാക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ഈ ആംനെസ്റ്റി എന്ന് പറഞ്ഞാൽ നോർവേയുടെ ഈ സംഭവം, നോർവേയുടെ ഒരു സംഭവമാണ്. ഇവരുടെ മെയിൻ സംഭവം ഈ രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ഇത് ചെയ്യുക. ഇങ്ങനെ ഇവിടെ ഈ സമരം നടക്കുന്ന സമയത്ത് ഒരു പെണ്ണ് ഒരു വീഡിയോ ഇട്ട് കരഞ്ഞുകൊണ്ട് അയ്യോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങളെ വരണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവരൊരു പ്രത്യേക വിഭാഗമായ സിഖുകളാണ്. ഇവരാണ് ഒറിജിനൽ സിഖുകൾ എന്ന് പറഞ്ഞാൽ അവിടെ അറിയപ്പെടുന്ന ടീമുകൾ. ഇവർ കത്തിയും വടിവാളും ഒക്കെ ആയിട്ട് നേരെ ആ ജന്തർ മന്ദറിലേക്ക് എത്തി. ജന്തർ മന്ദറിലേക്ക് എത്തിയപ്പോൾ ഇവർ കാണുന്ന കാഴ്ച എന്താണ്? നേരെ തിരിച്ചാണ്. ജേർണലിസ്റ്റിനെ സ്ത്രീകളെ പിടിക്കുന്നു, അവരെ തൊടാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ പോയി തൊടുന്നു, ഇവരെ ഇത് ചെയ്യുന്നു. ഉമർ ഖലീദ് വരണം എന്ന് പറയണു, രാജ്യത്തെ 2 കഷ്ണങ്ങളാക്കുമെന്ന് പറയണു. അല്ലാണ്ട് എവിടെയും കുട്ടികളെ പറ്റി പറയുന്നില്ല. ഇവനെ കാക്രോച്ചിൻ്റെ ഈ സംഭവം. ഇവനെ ആം ആദ്മി പാർട്ടിയാണ് മുകളിലേക്ക് നിയമിച്ചത്. ഇവിടെ അമേരിക്കയിലേക്ക് വിട്ടത്. അമേരിക്കയിൽ ഒരു പാർട്ടി ഉണ്ടാക്കി അവൻ ഇവിടെ ഇങ്ങോട്ട് വന്നേക്കണം. ഇത് ഇവൻ ഉദ്ദേശിച്ച മാതിരിയല്ല. ഇവൻ്റെ അറിയാത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം പോലീസ് വന്നത് ഇവനെ അറിയാലോ അല്ലേ. ഇവൻ അതിനേക്കാളും വലിയ ഫ്രോഡാണ്. ഇവർക്ക് ഇതേതോ നേപ്പാളിൻ്റെയോ ബംഗ്ലാദേശിൻ്റെ മാതിരിയോ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വലിയൊരു തെറ്റായ സംഭവമാണ്. ഇവരുടെ കയ്യിൽ നിന്നും ഒക്കെ വിട്ടുപോണ സംഭവങ്ങളിലേക്ക് മാറിപ്പോയാൽ ഇവിടെ ഒരു വലിയ സംഭവമായിട്ട് മാറും. ഇവിടെ ഇന്ത്യ 2 കഷ്ണമൊന്നും ആവില്ല. കാരണം ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടോ അതിനു മുമ്പുണ്ടായ കാക്കാമാർ ശ്രമിച്ചിട്ടോ നടന്നിട്ടില്ല ഇവിടെ. അതിനു മുമ്പായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടും കൂടെ ഇവിടെ നടന്നിട്ടില്ല. പിന്നെയാണോ ഈ പൊട്ടമാപ്പിളം നടത്തി കഴിഞ്ഞാൽ നടക്കണേ? ഈ അമേരിക്ക എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഡീപ്പ് സ്റ്റേറ്റും ഇതൊന്നും കൊണ്ടൊന്നും ഇവിടെ ഒരു പുല്ല് നടക്കാൻ പോലുള്ള. ഇവൻ്റെ മാതിരിയുള്ള കുറേ പട്ടികൾ കയറി വന്നാലും ഇവിടെ സംഭവിക്കാനില്ല. ഇവരുടെ മെയിൻ സംഭവമാണ് ഈ FCRA. ഈ FCRA സംഭവമാണ് ഈ നോർവേനെയും ചൊടിപ്പിച്ചത്. നിങ്ങൾ ഫണ്ട് കൊണ്ടുവന്നോളൂ, പക്ഷേ മതം മാറ്റാൻ ഉപയോഗിക്കാൻ പാടില്ല, പള്ളികൾ പണിയാൻ ഉപയോഗിക്കാൻ പാടില്ല, വേറെ ഒരു സംഭവങ്ങളിലേക്കും ഇത് മാറ്റാൻ പാടില്ല. വികലാംഗരായ ആൾക്കാർക്കോ പാവങ്ങൾക്കോ ഹോസ്പിറ്റലിലെ ചിലവുകളോ ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾ നടത്തിക്കോളൂ, പ്രശ്നമില്ല. നിങ്ങളുടെ കണക്കുകൾ ഇത് തരണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡയറക്ടറും വിദേശത്തു നിന്ന് പൈസ തരുന്നവൻ ആവാൻ പാടില്ല, ഇവിടെ ഉള്ള ആൾ മാത്രമേ ആവാമുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാശ് മൊത്തം സർക്കാരിലേക്ക് കണ്ടുകെട്ടും. ഇതാണ് നിയമം. ഇതിൽ തെറ്റൊന്നും നമ്മൾ കാണില്ല. കാരണം എന്താണ്? ഇത് രാജ്യത്തേക്ക് ആവശ്യമുള്ള സംഭവമാണ്. ഇത് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഇതിൽ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്.
ഇതിനെ പ്രാബല്യത്തിൽ വരുത്താൻ കോൺഗ്രസ്സിന് മുള്ളി മൂത്രമൊഴിച്ച കാരണം കൊണ്ട് കോൺഗ്രസ്സിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും മോദി സർക്കാരിലെ അമിത്ഷാ എന്ന് പറഞ്ഞ ആൾ ഇത് പൊടി തട്ടിയെടുത്ത് ഇത് ചെയ്തേക്കണം. ഇവരുടെ സംഭവം ഉദ്ദേശിച്ചേക്കണേ ഇവരിപ്പോൾ ഇവരുടെ കയ്യിൽ ഒതുങ്ങിയതാവുന്ന പോലീസ് ഒന്നും സംഭവം എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ ആർമി ഇറങ്ങും. ആർമീനെയും കൂടെ ഇവർ വെല്ലുവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 100 കോടിയുള്ള ദേശസേവകർ ഇറങ്ങാൻ പോണ 100 കോടി ദേശത്തിൽ സേവകർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നടക്കുന്ന ക്ലൂഷമായ സംഭവങ്ങൾ ചെറുതല്ല, അതങ്ങനെ നിൽക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കണം, രാജ്യത്തിൻ്റെ പോക്ക് എങ്ങടാന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇത് സംഭവം മറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഈ FCRA എന്ന് പറഞ്ഞ സംഭവത്തിന് വേണ്ടിയിട്ട് കുറേ പേര് കറിയുന്ന ഒരു സംഭവം. ഇവിടെ മതം മാറ്റണം, ഇവിടെ സ്ഥലങ്ങൾ കയ്യേറണം. ഈ മദർ തെരേസ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് അന്ന് ഫോറിൻ മിനിസ്റ്ററാണല്ലോ അമേരിക്കയുടെ ഒരു ഫോറിൻ സെക്രട്ടറി, നമ്മുടെ ഫോറിൻ മിനിസ്റ്റർമാരാണ് ഫോറിൻ സെക്രട്ടറി. അയാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കേണ്ട മിനിസ്ട്രിയോടോ അവരോടോ, പക്ഷേ അയാൾ പോയത് നേരെ എങ്ങോട്ടാണ്? മദർ തെരേസ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക്. അതാണോ പോകേണ്ട സംഭവം? അതിലായിട്ട് നമ്മൾ ചർച്ച നടത്താമോ? നടത്തിയേയില്ല. ഒരു പട്ടി അയാൾക്ക് വില കൊടുത്തില്ല, ഒരു പൂച്ച അയാൾ സ്വീകരിക്കാൻ പോയില്ല. നാട് കിടന്ന പട്ടിമാതിരി അവൻ തിരിച്ചുപോയി. എന്തിനാണ് ഇവരെ വില വയ്ക്കുന്നത്? വില വയ്ക്കില്ല, വില നടക്കില്ല. വന്ദേ ഭാരത്, ജയ് ഭാരത്.